السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله مولانا العظيم. من اقتصد أغناه الله ومن بذر أفقره الله ومن ذكر الله عز وجل أحبه الله. صدق رسوله الأمين. കാരുണ്യവാനായ സർവശക്തനായ അല്ലാഹുവേ, ഞങ്ങളിലെ സർവപാപങ്ങളും നിന്റെ മഹല് ഫضല് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാനെ. നീ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളായ സൽവൃത്തരായ കറകളഞ്ഞ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്കും മോചനം നൽകണമേ അല്ലാഹുവേ. നിന്നെക്കുറിച്ച് ബോധമുള്ള നിന്നെ അനുസരിക്കുന്ന ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾക്കും തൗഫീഖ് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ പരേതരായ പ്രിയപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ബർസഖി ജീവിതം അവർക്ക് ആനന്ദകരമാക്കി കൊടുക്കണമേ തമ്പുരാനെ. സ്വർഗാവകാശികളായി അവരെയും ഞങ്ങളെയും നീ ഖബൂലാക്കണമേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ധനം അനാവശ്യകാര്യങ്ങളിൽ ചിലവഴിക്കുന്നവർ തൻ്റെ നിലവാരവും നിലയും മറന്നുകൊണ്ട് കടം വാങ്ങി ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടുകാരാണെന്നും അത്തരം ദൂർത്തടിക്കുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബിൻ്റെ അടിമകളാകാൻ പോലും യോഗ്യതയില്ലെന്നും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. ദൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ കൂട്ടുകാരാണ്, സഹോദരന്മാരാണെന്ന ഖുർആനിക പ്രഖ്യാപനം നേരത്തെ നാം വിശദീകരിച്ചു കഴിഞ്ഞു. പാഴ്ചിലവുകളോടെ ജീവിക്കുന്ന, ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയില്ലാതെ വാരി വിതറുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ ഇഷ്ടമുള്ള അടിമകൾ പോലുമാവില്ല എന്നാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനം. നമ്മളൊക്കെ ആത്യന്തികമായി രക്ഷപ്പെടണമെങ്കിൽ, ഈ ദുനിയാവിലെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ, സന്തോഷവാന്മാരായി മരിക്കാൻ സാധിക്കണമെങ്കിൽ, നിർഭയരായി ഖബറിലും മഹ്ശറയിലും ചെന്നെത്താൻ സാധിക്കണമെങ്കിൽ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വർഗം ലഭ്യമാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മളൊക്കെ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമകളാകണം. ഇബാദുർ റഹ്മാൻ ആയിത്തീരണം നമ്മൾ. കാരുണ്യവാനായ റബ്ബിൻ്റെ പൊരുത്തപ്പെട്ട ദാസന്മാരായി കിട്ടണം നമ്മൾ. ചെകുത്താന്റെ അടിമകളായാൽ രക്ഷയില്ല. ദുരാഗ്രഹങ്ങളുടെ, ദേഹേച്ഛയുടെ, ഭൗതികതയുടെ അടിമയായാൽ രക്ഷയില്ല. ആരാണ് ഇബാദുർ റഹ്മാൻ? കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ആരാണ്? അവരുടെ സൽഗുണങ്ങൾ അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ. അല്ലാഹു റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ ഇബാദുർ റഹ്മാൻ ആരാണെന്ന് പറയുന്ന കൂട്ടത്തിൽ 67-ാമത്തെ ആയത്തിൽ ഇതാണ് പറയുന്നത്: വല്ലദീന ഇദാ അൻഫഖൂ ഇബാദുർ റഹ്മാൻ കാരുണ്യവാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാർ
അവരാരാണ്? വല്ലദീന, ഒരു ഗുണമുള്ള ഗ്രൂപ്പാണ്. ഏതു ഗുണം? ഇദാ അൻഫഖൂ, അവർ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുമ്പോൾ, ധനം ചിലവഴിക്കുമ്പോൾ, അല്ലാഹു അവർക്ക് കൊടുത്ത പണം അവർ ഉപയോഗപ്പെടുത്തുമ്പോൾ, ലം യുസ്രിഫൂ വലം യഖ്തുറൂ, ലം യുസ്രിഫൂ, അവർ ധൂർത്തടിക്കുകയില്ല, പാഴാക്കിക്കളയുകയില്ല. അവിടെയും ഇവിടെയും അസ്ഥാനത്തും പണം വിതറിക്കൊണ്ട് ധൂർത്തടിക്കുകയില്ല അവർ. എന്നാലോ വലം യഖ്തുറൂ, ആവശ്യമുള്ള രംഗങ്ങളിൽ ചിലവഴിക്കാതെ കെട്ടിപ്പൂട്ടി പിശുക്കി വെക്കുന്നവരും അല്ല. ധൂർത്ത് അവർക്കുണ്ടാവൂല. ആർക്ക്? അല്ലാഹ് പൊരുത്തപ്പെട്ട അടിമകൾക്ക് എന്തുണ്ടാവൂല? പിശുക്കും ഉണ്ടാവൂല. വകാന ബൈന ദാലിക ഖവാമാ, രണ്ടിന്റെയും ഇടയിലുള്ള മിതമായ നിലവാരം സ്വീകരിക്കുന്നവരാണവർ. പിശുക്കില്ല, ധൂർത്തില്ല. വകാന ബൈന ദാലിക ഖവാമാ, രണ്ടിന്റെയും മധ്യത്തിലുള്ള മിതമായ രീതി അത് സ്വീകരിക്കുന്നവരാണവർ. ഈ ആയത്ത് വിശദീകരിച്ച് ഖുർആൻ പണ്ഡിതരായ സ്വഹാബി വര്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പണവും സൗകര്യമുള്ള ഒരാള് ന്യായമായ അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ലക്ഷങ്ങളോ കോടികളോ ചിലവഴിച്ചാൽ അത് ധൂർത്തല്ല. പണമുള്ള ആള് ന്യായമായ രംഗങ്ങളിൽ ലക്ഷങ്ങളോ കോടികളോ ചിലവഴിച്ചാൽ അത് ധൂർത്തല്ല. എന്നാൽ അനാവശ്യ കാര്യങ്ങളിൽ ഒരു ദിർഹം അല്ലെങ്കിൽ ഒരു രൂപ ചിലവ് ചെയ്യൽ ധൂർത്തായി മാറുകയും ചെയ്യും. ആവശ്യമുള്ള രംഗങ്ങളിൽ ചിലവഴിക്കാതിരിക്കൽ പിശുക്കായി മാറും. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാക്കൽ ധൂർത്തുമാകും. ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തിന്ന, ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങി അണിയ, ഇഷ്ടമുള്ള വാഹനമൊക്കെ വാങ്ങുക എന്ന് വെച്ച് ആശകളെ മുഴുവൻ തടയേണ്ട കാര്യമില്ല. അതാണ് വക്കാന ബൈന ദാലിക ഖവാമാ, പരിധി വിടണ്ട, പിശുക്കും വേണ്ട. ഇതാണ് റഹ്മാന്റെ അടിമകളുടെ ലക്ഷണം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആർത്തിയും ദുരാഗ്രഹങ്ങളുമാണ് ധൂർത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ധൂർത്തടിക്കുന്നത്? പൈസ കിട്ട് വാരി ചെലവഴിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളെ ദുരാഗ്രഹങ്ങൾ, ആർത്തി, അതാണ് അതിന്റെ കാരണം. ധൂർത്തടിച്ചാലോ എവിടെ എത്തുക? ധൂർത്ത് ദാരിദ്ര്യത്തിലെത്തും. മഹാസാമ്പത്തിക ബാധ്യതയിലും സാമ്പത്തിക ഞെരുക്കത്തിലും എത്തിക്കും. എന്ത് ധൂർത്ത്? സാമ്പത്തിക ഞെരുക്കം, ഫഖർ, ദാരിദ്ര്യം എവിടെ എത്തിക്കുക? കുഫറിലെത്തിക്കും. കാദൽ ഫഖറു അൻ യകൂന കുഫറാ, സദഖ റസൂലുള്ളാഹി. മുത്തുനബി പറഞ്ഞു, ദാരിദ്ര്യം, പരിധി വിട്ട ദാരിദ്ര്യം ഒരാളെ ഈമാൻ തന്നെ തകർക്കും. എന്താ അള്ളാഹ് എന്നെ തിരിഞ്ഞു നോക്കാത്ത അള്ളാഹിനും റസൂലിനെയും ദീനിനെയും ചോദ്യം ചെയ്ത് എക്സ് മുസ്ലിം ആകാൻ പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ദാരിദ്ര്യം കൊണ്ട്. ആത്മഹത്യ മാത്രമല്ല, ഈമാൻ തകർന്നു പോകാൻ വഴിയൊരുങ്ങും. അപ്പൊ ദാരിദ്ര്യത്തിലേക്കും അതുവഴി കുഫറിലേക്കും ചെന്നെത്തിക്കുന്ന ഈ ധൂർത്ത്, അതിന്റെ ഇന്ധനം എന്താണ്? ധൂർത്തിന്റെ ഇന്ധനം എന്താണ്? നമ്മുടെ ആർത്തിയും ദുരാഗ്രഹങ്ങളും. ഇതിനെ നമ്മൾ ഒതുക്കിയാലേ നമുക്ക് സലാമത്ത് ഉണ്ടാവുള്ളൂ. എനിക്കുണ്ട് കുറെ ആഗ്രഹം, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ആഗ്രഹം. ഇതാണ് നമ്മളെ വഴി തെറ്റിക്കുന്നത്. ഇതാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നരക ജീവിതം തരുന്നത്. അപ്പൊ ബേസിക്കലായിട്ട് എന്താ വേണ്ടത്? ഞാനും നിങ്ങളും ആ ആർത്തിയെ ഒന്ന് പിടിച്ചു കെട്ടുക, ദുരാഗ്രഹങ്ങളെ ഒന്ന് ഒതുക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൈഅത്തിന്റെ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അടിവരയിട്ട് സഹാബാക്കളെ ഉപദേശിച്ചതും പ്രതിജ്ഞ എടുപ്പിച്ചതുമായ കേസാണിത്. ബൈഅത്ത്, ഇസ്ലാമിലേക്ക് മെമ്പർമാരാകുമ്പോ ഒരു അനുസരണ പ്രതിജ്ഞ എടുപ്പിച്ചല്ലോ റസൂലുള്ളാഹ്. അതാണ് ബൈഅത്ത്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ഔഫ് ഇബ്നു മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നു, ഞങ്ങൾ 9ഓളം സഹാബാക്കള് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നപ്പോ ഞങ്ങളോട് തങ്ങൾ പറഞ്ഞു, അല്ലാ തുബായിഉന റസൂലല്ലാഹ്, ദൈവദൂതനായ റസൂലിനെ നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലേ?
ആ തിരുദൂതർക്ക് നിങ്ങൾ അനുസരണ പ്രതിജ്ഞ തിരുദൂതരിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നില്ലേ? ഖുൽനാ അവലൈസ ഖദ് ബായഅനാക യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആ പ്രതിജ്ഞക്ക് നേരത്തെ എടുത്തവരല്ലേ തങ്ങളെ? ഇസ്ലാമിലേക്ക് വന്ന അന്ന് അങ്ങയുടെ കൈ പിടിച്ച് ബൈഅത്ത് സ്വീകരിച്ചവരാണ് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തവരാണ്. ഇനി എന്താ പ്രത്യേകത? റസൂലുള്ള വീണ്ടും ഈ ആവശ്യം ആവർത്തിച്ചു. ഒരു സ്പെഷ്യൽ പ്രതിജ്ഞ എടുക്കാണ്ട്. ഇസ്ലാമിൽ മെമ്പർമാരായ നിങ്ങൾ ഒരു സ്പെഷ്യൽ പ്രതിജ്ഞയൂടെ എടുക്കാണ്ട്. ഞങ്ങൾ കൈകൾ നീട്ടിക്കൊടുത്തു അള്ളാന്റെ റസൂലിന്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. ഞങ്ങളോട് പ്രതിജ്ഞ എടുപ്പിച്ചത് എന്തറിയോ? തൗഹീദിന്റെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം, ബിസ്സംഇ വത്വാഅ, അനുസരണയുടെ കാര്യം. പിന്നെ റസൂലുള്ള സ്വരം താഴ്ത്തിയിട്ടൊരു സ്പെഷ്യൽ പ്രതിജ്ഞ ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചെന്തറിയോ? വലാ തസ്അലുന്നാസ ശൈആ, നിങ്ങൾ ജീവിതത്തിൽ മരണം വരെ ആരോടും ഒരാവശ്യവും ചോദിക്കരുതേ. നിങ്ങളുടെ ആർത്തിയും ദുരാഗ്രഹങ്ങളും ഒതുക്കി അള്ളാഹു ചെയ്തു തന്ന ഉള്ള സൗകര്യം കൊണ്ട് നിങ്ങൾ ജീവിക്കും എന്ന് പ്രതിജ്ഞയെടുക്കൂ. ആരോടും ഒന്നും ചോദിക്കാതെ അള്ള തന്നതും കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന പ്രതിജ്ഞ എടുക്കും. ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ബൈഅത്തിന്റെ ഭാഗമായി അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു പാടാണിത്. ഏത്? ദുരാഗ്രഹങ്ങളെ ഒതുക്കിയിട്ട് ഉള്ളതുകൊണ്ട് ജീവിക്കാൻ ഒരു മുസൽമാൻ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ധൂർത്തും അതുപോലെ ദാരിദ്ര്യവും ഇസ്ലാമിൽ നിന്ന് ഔട്ടാകുന്ന കുഫുറൊക്കെ സമ്മാനിക്കുന്ന ഈ പ്രശ്നം, ഈ ആർത്തി, അതുപോലെ ദുരാഗ്രഹങ്ങൾ, ഇതിനൊന്ന് ഒതുക്കണ്ടേ? ഇതൊന്ന് ഒതുങ്ങിക്കിട്ടണ്ടേ? എങ്ങനെ ഇതിനെ ഒതുക്കാനുള്ള മാർഗം? ഇമാം ഗസാലി റഹിമഹുല്ല അതിനൊരു മാർഗം പറയുന്നുണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ. നമ്മളൊക്കെ രക്ഷപ്പെടുണ്ടോ? ഈ സൂക്കേട് മാറിയാൽ മതി. പലിശക്കാർ പലിശ കൊടുക്കൽ നിർത്തും. കച്ചവടത്തിൽ കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും നടത്തൽ നിർത്തും. അപരന്റെ ധനം ആഗ്രഹിക്കൽ അവസാനിക്കും. ഇതാണ് അടിസ്ഥാനപരമായി നമ്മളെ കുഴപ്പിക്കുന്ന ഒരു രോഗം. അതാണ് നമ്മുടെ ദുരാഗ്രഹങ്ങൾ, നമ്മുടെ ആർത്തി. ഇതിനെ ചികിത്സിച്ചാൽ തന്നെ റമളാൻ തന്നെയായി, ശഅബാനും റജബൊക്കെ ഓക്കെയായി. ഈ സമയങ്ങളൊക്കെ അള്ളാഹു തന്ന എന്തിനാണ്? മാനസികമായി ഒന്ന് സ്ഫുടം ചെയ്യാനുള്ള അവസരങ്ങളാണ്. അല്ലാതെ അതിന്റെ മഹത്വം ഇങ്ങനെ വഴതു അറിഞ്ഞിട്ട് കുറെ ചൊല്ലാനും ഓതാനും മാത്രം, ചൊല്ലുന്നതിലും ഓതുന്നതിലേക്കും എത്തണം. നമ്മൾ വെറും അധര വ്യായാമല്ല ഈ ഊത്തും പാട്ടൊന്നും. എന്താ ഞാൻ ഈ ഉരുവിടുന്നത്? അവിടേക്ക് നമ്മൾ ജീവിതം എത്തണം. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു, 5 കണ്ടന്റുകൾ ഉൾക്കൊണ്ട ഒരു കഷായം. അത് കുറുന്തോട്ടിയും പച്ചമരുന്ന് വേരുകളും മരുന്നും വേവിച്ചിട്ടുണ്ടാക്കണ കഷായമല്ല. 5 കണ്ടന്റ് ഉൾക്കൊണ്ട ഒരു മെഡിസിൻ. ഈ 5 കണ്ടന്റും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വന്ന കണ്ടന്റാ. ആ കഷായം കുടിച്ചാൽ നമ്മുടെ ഈ രോഗം മാറും, ദുരാഗ്രഹ രോഗം. അതോടെ ഒട്ടുമിക്ക ക്രൈമും നമ്മിൽ നിന്ന് ഒഴിവാകും. ഒന്ന് പറഞ്ഞോട്ടെ, നമുക്കിത് ഓടിച്ചു പറയാ പെട്ടെന്ന്. 1, അൽ-ഇഖ്തിസാദു ഫിൽ മഈശതി. ഖുർആനും ഹദീസും പഠിപ്പിച്ച ഒരു മരുന്നാണത്. അൽ-ഇഖ്തിസാദു ഫിൽ മഈശതി, ജീവിതത്തിൽ മിതത്വം സ്വന്തത്തെ ശീലിപ്പിക്കുക. കവലയിലേക്ക് സാധനം മേടിക്കാൻ പോയാൽ ഹൈ ക്വാളിറ്റി ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിക്കാൻ നിൽക്കണ്ട. പറ്റ ഡാമേജായ ചാത്തൻ സാധനം, ഫുഡാവട്ടെ എന്താട്ടെ, അതും മേടിക്കാൻ നിൽക്കണ്ട. അൽ ഇഖ്തിസാദു ഫിൽ മഈശ, ജീവിതത്തിൽ മിതത്വം സ്വന്തത്തെ ശീലിപ്പിക്കുക. മനസ്സ് പറയാ അതെടുത്തോ, അത്ര വേണ്ട പിഷ്കിക്കോ, അവിടെ ഒന്നും നിൽക്കരുത്. അൽ മിതത്വം അതങ്ങോട്ട് നടപ്പിലാക്കുക. നിരന്തരം ഇത് ചെയ്യുമ്പോൾ മനസ്സത് പാഠം പഠിക്കും. അൽ ഇഖ്തിസാദു, റസൂലുള്ള പറയുന്നുണ്ട്, അത്തദ്ബീറു നിസ്ഫുൽ മഈശ, ജീവിതത്തിന്റെ പാതി വിജയം അതോടെ കിട്ടും. ഏതോടെ? നിയന്ത്രണത്തോടെ. സാമ്പത്തിക നിയന്ത്രണത്തോടെ എന്ത് കിട്ടും? നിസ്ഫുൽ മഈശത്തി, ജീവിതത്തിന്റെ 50% വിജയം അവിടെ കിട്ടും. ഈ പാഠം പഠിപ്പിക്കുന്ന ഒട്ടനവധി നബിവചനങ്ങൾ കാണാം. സലാസുൻ മുൻജിയാത്തുൻ, 3 കാര്യങ്ങൾ ദുന്യാവിലും ആഖിറത്തിലും രക്ഷ തരുന്ന കാര്യമാണ്. ഏതാണ് ഈ 3 കാര്യം? ഖശിയത്തുല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹനെ പേടിക്കുക. ആൾക്കാരെ മുന്നിൽ അള്ളാഹനെ പേടിച്ചാൽ പോരാ. സ്വകാര്യതയിലും പരസ്യത്തിലും ജനക്കൂട്ടത്തിലും വിജനതയിലും അള്ളാഹുവിനെ പേടിക്കുക.
ഇത് രക്ഷക്കുള്ളൊരു വഴിയാ. 2 അൽ ഇഖ്തിസാദു ഫിൽ ഗിനാ വൽ ഫഖർ, സാമ്പത്തിക ഞെരുക്കത്തിലും സാമ്പത്തിക അഭിവൃദ്ധിയിലും മിതത്വം. ഞെരുക്കുണ്ടാവുമ്പോൾ മിതത്വം പാലിക്കുമെന്ന് പറയണ്ട. ഇഷ്ടംപോലെ പണം ഉണ്ടാവുമ്പോഴാണ് ഈ ദൂരത്തിലേക്ക് പോവുക. 2 അവസ്ഥയിലും മിതത്വം. 3-ാമത്തേത് അൽ അദ്ലു ഫിൽ റിളാ വൽ ഗളബ്, മനസ്സ് സന്തുഷ്ടാകുമ്പോഴും ദേഷ്യം പിടിക്കുമ്പോഴും നീതി. ദേഷ്യം പിടിച്ചാൽ പിന്നെ നീതി ഒന്നും ഉണ്ടാവില്ല, കെട്ടിയോളോടും കുട്ടികളോടും നാട്ടുകാരോടും പിന്നെ നീതി ഉണ്ടാവില്ല. റസൂലുള്ള പറഞ്ഞു, വിജയിക്കണോ ദേഷ്യം വരുമ്പോഴും സന്തോഷം ഉണ്ടാവുമ്പോഴും നീതി പാലിക്കുക. ഇത് പാലിച്ചാൽ തന്നെ അള്ളാഹ് മുതലാളിയാക്കുന്ന റസൂലുള്ള പറഞ്ഞത്. ജീവിതത്തിൽ മിതത്വം പാലിച്ച് നിയന്ത്രിച്ച് ജീവിച്ചാൽ അള്ളാഹു അത്തരക്കാരെ മുതലാളിമാരാക്കും. ഒരാൾ ജീവിതത്തിൽ മിതത്വം പാലിച്ച് ജീവിച്ചാൽ ചിലപ്പോ കോടികളൊന്നും കിട്ടിയില്ല എന്ന് വരും, പക്ഷെ മനസ്സ് മുതലാളിയാവും. പോരെ, അത് ബഡായി അല്ലത്, ശിഹാബുദ്ദീൻ ഫൈസിന്റെ ബഡായി അല്ല, ഇത് റസൂലിന്റെ സ്വഹിയായ ഹദീസാണ്. മിതത്വം പാലിച്ചാൽ അള്ളാഹ് മുതലാളിയാക്കും. സമ്പത്ത് ഒരാൾ വാരി വിതറിയാൽ അള്ളാഹു അവനെ ദരിദ്രനാക്കും. ദൂർത്തടിച്ചോ ഉറപ്പ്, ഇന്നല്ലെങ്കിൽ നാളെ നീ പൊട്ടും മോനെ, പൊട്ടും. ഇപ്പൊ നല്ല കച്ചവടാ, ഇപ്പൊ എമ്പാടും വരുമാന ഇൻകം ടാക്സ് ഒക്കെ അടക്കുന്നുണ്ട്, ഒരു കാര്യം ഉണ്ടാവില്ല. ദൂർത്തടിച്ചോ അള്ളാഹ് നിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് നിന്നെ കുടിപ്പിക്കും. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ സ്നേഹം, ഇഷ്ടം നമുക്ക് സമ്പാദിക്കാനാകും. അപ്പൊ ഒന്നെന്താണ്, അത് കർമ്മമാകുന്ന കഷായത്തിൽ ചേർക്കേണ്ട ഒരു കണ്ടന്റാണ്. അൽ ഇഖ്തിസാദു ഫിൽ മഈഷ, ജീവിതത്തിൽ നിയന്ത്രണം. നിയന്ത്രണം വീടിലായാലും വണ്ടിയിലായാലും വസ്ത്രത്തിലായാലും ചികിത്സയിലായാലും എവിടെ. ചെറിയൊരു പനിയൻ വരുമ്പോഴേക്കും ആട്ടോ ഓടണ്ട, സൂപ്പർ സ്പെഷ്യാലിറ്റി, ചുമ്മാ നിന്റെ ട്രൗസർ ഊരിക്കോര് വേണ്ട. അതിനിവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അങ്ങോട്ട് പോകേണ്ടതിന് പോകും വേണം. പൈസ ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെ സുഖവാസത്തിന് ദൂർത്താവും. ഞാൻ പറയാം, നല്ല ട്രീറ്റ്മെന്റ് എടുക്കണ്ട നല്ല കേട്ടോ, ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്നാണ്. അൽ ഇഖ്തിസാദു ഫിൽ മഈഷ, നിയന്ത്രണം. ഇതൊരു പ്രവൃത്തിയാണ്. ഇനി 4 അറിവുകളാകുന്ന ചേരുവകൾ കൂടി കഷായത്തിലേക്ക് കൊടുക്കണം. എന്താണത്? 1-ാമത്തെ അറിവ്, നിലവിൽ നമ്മുടെ കാര്യം നടന്നു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ചിന്തിച്ച് കൂട്ടി ടെൻഷൻ അടിക്കാൻ പാടില്ല. എൻ്റെ നിങ്ങളെ കാര്യമൊക്കെ നടന്നു പോകുന്നില്ലേ? ചിലർക്കൊക്കെ ചിലപ്പോൾ വല്ല ലോഡ് വണ്ടി, തടി ലോഡ് വണ്ടി കയറ്റം കയറുമ്പോൾ ഹൈ ഗിയറിലിട്ട് കയറണമായിരിക്കും കയറുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലേ ഉണ്ടല്ലോ. അപ്പൊ അന്നാന്നത്തെ കാര്യം നടന്നു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ അടിക്കണ്ടെന്ന് മുസ്ലിം വഴന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈ ടെൻഷനെ ഞങ്ങൾ ക്ഷണിച്ച് കല്യാണ കത്ത് വിട്ടിട്ട് വിളിച്ചു വരുത്തണമെന്നാൽ അത് കയറി വരിക. ടെൻഷൻ അങ്ങനെയുള്ളത്, നമ്മൾ പറയാതെ കയറി വരികയുള്ളൂ. അങ്ങനെ വന്നാലോ ഇസ്ലാം പറയുന്നു, അള്ളാന്റെ കരാറ് അതാണ് വിശ്വസിച്ച് ഉറപ്പിക്കുക. എന്താ അള്ളാന്റെ കരാറ്? ഖുർആനിൽ പറഞ്ഞ കരാർ എന്താ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിലെ ഉള്ള ജന്തുക്കൾക്കൊക്കെ അന്നം കൊടുക്കാൻ അള്ളാഹ് ഏറ്റെടുത്തിരിക്കുന്നു. കടലിലെ ജന്തുക്കളായാലും കരയിലെ ജന്തുക്കളായാലും, ഭീമാകാരന്മാരായ നീലത്തിമിംഗലങ്ങൾ, ഭീകരന്മാരായ സ്രാവുകൾ, കോടാനക്കോടി ജന്തുക്കൾ കരയിലും കടലിലും ഉണ്ട്. ഇവർക്ക് ജോലി ഉണ്ടോ? കൂലിയുണ്ടോ? തൊഴിലുണ്ടോ? അവരെ സംരക്ഷിക്കാൻ ആരെയും പോകുന്നുണ്ടോ? അവർക്ക് ആഹാരം കൊടുക്കാൻ മനുഷ്യന്മാരാരെയും മെനക്കെടുന്നുണ്ടോ? അവർക്ക് അന്നം കൊടുക്കുന്ന അല്ലാഹ് എനിക്ക് അന്നം തരുമെന്ന് ഉറപ്പിക്കുക. ഉറപ്പല്ലേ? അള്ളാഹു തരും, അത് ഏറ്റതാണ്. ഒരു ജന്തുവാണോ ജീവിയാണോ? ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അള്ളാഹ് കൊടുക്കും അതിന്റെ റിസ്ഖ് എന്ന അള്ളാന്റെ ഓഫറാ. പിന്നെ കിട്ടുന്നില്ലെങ്കിൽ കയ്യിലിരിപ്പോണ്ടാണ് കിട്ടാതിരിക്കണേ. അള്ളൊരു പണിഷ്മെന്റ്, ഷോക്ക് ട്രീറ്റ്മെന്റ് ഒന്നോണാണ് തരാതിരിക്കുന്നത്. ഇത് അള്ളാഹു ഏറ്റതാണ്, അതിന് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. റസൂൽ ഇത് കണ്ടപ്പോൾ, ഇബ്നു മസ്ഊദ് ലാ തുക്സിർ ഹമ്മക, ചുമ്മാ ടെൻഷൻ അടിക്കല്ല മോനെ. മാ ഖുദ്ദിറ യകുൻ, കണക്കാക്കിയത് ഇവിടെ ഉണ്ടാവും. കണക്കാക്കിയത് അള്ളാഹ് വിധിച്ചത് നടക്കും. ആകാശം ഇടിഞ്ഞ് വീഴാനാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ഞാനും നിങ്ങളും തൂണെടുത്താൽ നിൽക്കുവോ? പോന്നോട്ടെ. മാ ഖുദ്ദിറ യകുൻ, അള്ളാഹു കണക്കാക്കിയത് നടക്കും.
വമാ തുർസഖ് യഅതിക, നിനക്ക് അല്ലാഹു കണക്കാക്കിയ റിസ്ക് നിന്റെ അടുത്ത് എത്തുന്നെ ചെയ്യും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ചിരിക്കണേ? അപ്പൊ നമ്മുടെ കാര്യം നടന്നു പോകുന്നെങ്കിൽ ആ റബ്ബിൽ തവക്കുലാക്കുക. രണ്ടാമത്തെ അറിവതാ. മൂന്നാമത്തേത്, ആർത്തി കൊണ്ടും ദുരാഗ്രഹങ്ങളും കൊണ്ടും ലാഭമില്ല, നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ആർത്തിക്കാരെ, ദുരാഗ്രഹമുള്ള ആളുകളെ ജനങ്ങൾ വെറുക്കും, അള്ളാഹുവും വെറുക്കും. ആർത്തിയും ദുരാഗ്രഹങ്ങളും ദുന്യാവും ആഖിറവും തകർക്കും. നേരെ മറിച്ചോ ഉള്ളതിൽ പൊരുത്തപ്പെട്ട അള്ളാന്റെയും ജനങ്ങളുടെയും പൊരുത്തം കിട്ടും. ഈ അറിവ്. നാലാമത്തെ അറിവ്, നാലാമത്തെ കണ്ടന്റ്, മുൻഗാമികളായ അംബിയാ മുർസലുകളുടെ, മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രം ഓർക്കുക. അംബിയാക്കൾ എന്തൊക്കെ യാതനയും വേദനയും പട്ടിണിയും പ്രാരാബ്ധങ്ങളും സഹിച്ചു. അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ മുർസലീൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര വിശപ്പ് സഹിച്ചു, എന്തൊക്കെ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിച്ചു. എപ്പോഴെങ്കിലും അല്ലാഹുവേ എനിക്കിത് താങ്ങാൻ വയ്യാന്ന് അസ്വസ്ഥരായോ റസൂലുള്ള? ഇല്ലല്ലോ. അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ. എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് അങ്ങനെ മരിപ്പിച്ച് മിസ്കിന്മാരൊക്കൊപ്പം സ്വർഗത്തിൽ കയറ്റിയാൽ മതി എന്നാ ദുആ ചെയ്തത് അല്ലേ? അംബിയാ മുർസലുകൾ, ഔലിയാക്കളെ ജീവിതമൊക്കെ അങ്ങനെ. എന്നാ ഇപ്പുറത്ത് ദീനിന്റെ ശത്രുക്കൾ, കുടുംബീകരന്മാർ, ദീനിന്റെ ശത്രുക്കൾ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ, കൊടും ധിക്കാരികൾ. അവരെ നോക്ക്, അന്നും ഇന്നും എന്നും. ഇന്ന് നോക്കുക, അള്ളാഹു ഏറ്റവും വലിയ അധികാരവും സൗകര്യവും കൊടുത്താർക്കാ? മുഴുവട്ടനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അരവട്ടനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമാണ് ഇന്ന് അധികാരം കൊടുത്തത്. പണവും സൗകര്യമൊക്കെ കൊടുത്തത് അല്ലേ? ആണോ? അല്ലേ? ആണ്. മുഴുവട്ടനും അരവട്ടനും ഇപ്പൊ എടുത്ത തീരുമാനം എന്താ? പാവം പലസ്തീനികളുടെ അവശേഷിക്കുന്ന തുരുത്ത് ഗസ മുനമ്പ്, അവിടെ നിന്ന് അവിടെ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പാവങ്ങളായ പലസ്തീനി മുസ്ലിമീങ്ങളെ അടിച്ചോടിച്ച് വിട്ട് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കണമെന്നാണ് രണ്ട് വട്ടന്മാരും കൂടി പറഞ്ഞത്. നമ്മുടെ പ്രധാനമന്ത്രിന്റെ മൈപ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ട് പ്രധാനമന്ത്രി. എന്താ കൊണ്ട് കാര്യം? മൈപ്രണ്ടിന്റെ ആൾക്കാരെയാണ് അനധികൃതമായി താമസിക്കുന്നു എന്ന പേരില് ചങ്ങലയിൽ ബന്ധിച്ച് മുള്ളാൻ പോലും വിടാതെ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കടത്തിവിട്ടത് മൈപ്രണ്ടിന്റെ ആൾക്കാരെ. ആ വിഷയമൊന്നല്ല നമ്മുടെ വിഷയം. ഇങ്ങനത്തെ സംസ്കാരശൂന്യരായ കൊടും ഭീകരന്മാരായ ആളുകൾക്ക് അള്ളാഹ് അധികാരം കൊടുക്കുക. അമേരിക്കക്കാർ മണ്ടന്മാർ വോട്ട് ചെയ്തു പറഞ്ഞാൽ ഈ വോട്ട് ചെയ്യണ മണ്ടന്മാരെ തലച്ചോറിലേക്ക് ഡയറക്ഷൻ കൊടുത്തതാരാ? ഹൈറും ഷെറും ചിന്തിയൊക്കെ അള്ളാന്റെ തന്നെ സൃഷ്ടിപ്പ്. അള്ള തന്നെയാണ് ആ അധികാരം കൊടുത്തത്. ഇത് മനസ്സിലാക്കിയാൽ കുറെ ആശ്വാസം കിട്ടും. അള്ളാഹ് നീ ഇഷ്ടപ്പെട്ട മനുഷ്യന്മാർക്കൊക്കെ ദുരിതമായിരുന്നു, അവർക്ക് അളന്നേ നീ കൊടുത്തിട്ടുള്ളൂ, വാരിക്കോരി കൊടുത്തതൊക്കെ ഓപ്പോസിറ്റിനാ. ദോർക്കുമ്പോൾ സമാധാനം കിട്ടും. അഞ്ചാമത്തെ കണ്ടന്റ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമ്മൾ ഈ സാമ്പത്തിക വിഷയത്തിലും ജീവിത നിലവാരത്തിലേക്കും എപ്പോഴും താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കരുത്. ഇത് റസൂലുള്ള പറഞ്ഞ മരുന്ന സ്വഹീഹ് മുസ്ലിമിലുണ്ടത്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ഫഇന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. എന്താ പറഞ്ഞത്? ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, എപ്പോഴും നമ്മെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖഹും, മുകളിലുള്ളവരേക്ക് നോക്കരുത്. വീട് മോശമാണല്ലോ, വീടും സൗകര്യമില്ലല്ലോ, പഴയ ഓടിട്ട വീട്. അല്ല അപ്പുറത്ത് കണ്ടോ എന്തോരം നല്ല വീട്. അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് ഇന്ത്യക്കറിയോ? ഇപ്പുറത്തുള്ള അന്ത്രമാന് അവന് വീടില്ല, വാടക കൊടുക്കാൻ കാശുമില്ല. പഠിച്ചോനെ എനിക്ക് വെയിലും മഴയൊന്നും കൊള്ളാണ്ട് ഇതിനകത്ത് കിടക്കാനൊരു കൂരെങ്കിലും ഉണ്ടല്ലോ. അള്ള ചെയ്ത് എന്നാൽ നിലവിലുള്ള നിയമത്തെ ചെറുതായി കാണൂല. അപ്പോ എങ്ങോട്ട് നോക്കിയാൽ ഒട്ടും വീടില്ലാതെ വാടക കൊടുക്കാതെ തെണ്ടിത്തിരിയുന്ന പാവത്തിലേക്ക് നോക്കിയാൽ വേണ്ട. ഉള്ള ഭവനങ്ങൾ, വീടുകൾ തകർക്കപ്പെട്ട് കോൺക്രീറ്റ് കൂനകൾക്കിടയിലും മുകളിലും ടെന്റ് കെട്ടി അന്തിയുറങ്ങുന്ന പലസ്തീനി മുസ്ലിമീങ്ങളിലേക്ക് നോക്കുക. പടച്ച റബ്ബേ, ആ പാവങ്ങളൊക്കെ എവിടെ അന്തി ഉറങ്ങണത്? എനിക്ക് ഇതെങ്കിൽ ഇതുണ്ടല്ലോ, അവിടെ ആ പ്രശ്നം തീരും. വണ്ടി മേടിക്കാൻ പോകുമ്പോൾ ഇതൊരു പൊട്ട വണ്ടി, അവിടെ അതാ കിടക്കണ ആ വണ്ടി. അപ്പോൾ ഒട്ടും വണ്ടിയില്ലാതെ ഓട്ടോറിക്ഷയിൽ പോലും പൈസ കൊടുത്ത് കയറാൻ വഴിയില്ലാത്ത നമ്മുടെ മുന്നിലുള്ള ആളുകളിലേക്ക് നോക്കുക.
ഫുഡില് വിഭവം കുറഞ്ഞു എന്നാണെങ്കിൽ ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പട്ടിണി പാവങ്ങളിലേക്ക് നോക്കുക എന്നല്ലാതെ മുകളിലേക്ക് നോക്കിപ്പോകരുത്. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങൾക്ക് മീതെയുള്ളവരിലേക്ക് നോക്കരുത്. ഈ നോട്ടം നോക്കി ആശ്വാസം കിട്ടും. എന്നാൽ ആത്മീയ കാര്യത്തിൽ നേരെ മറിച്ചാണ്. ദീനിന്റെ കാര്യത്തിൽ അയാളുണ്ടോ 5 നേരം ജമാഅത്തിന് പോകുന്നേ, ഞാൻ അതിന് കഴിയണില്ലല്ലോ. അദ്ദേഹം കണ്ടോ ജീവിതത്തിൽ എത്ര അപ്പം മുകളിൽ പിശാച് നേരെ തിരിച്ചാണ്. ദീനില് നമ്മളകത്ത് നേരെ ഓപ്പോസിറ്റാ തോക്കിപ്പിക്കുക. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഈ കഷായം 5 കണ്ടന്റുകൾ ഉൾക്കൊണ്ട ഈ മെഡിസിൻ കഴിച്ചാൽ നമ്മളെ പ്രശ്നമൊക്കെ സോൾവ് ആകും. സാമ്പത്തിക ടൈറ്റ് സോൾവ് ആകും, നമ്മുടെ അസ്വാസ്ഥ്യങ്ങൾക്ക് ശമനമാകും. ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്ലാഹ് നമ്മളെ മുതലാളിമാരാക്കും. പോരെ, ഇതൊരു ചെറിയ വിഷയമായിട്ട് നിങ്ങൾ കാണണ്ട. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി റമളാന്റെ മുമ്പ് 2 വെള്ളിയാഴ്ച ഉള്ളത്. അടുത്ത ആഴ്ച ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കണം. റമളാന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച മുതൽ റമളാനുമായി ബന്ധപ്പെട്ട ചിന്തകളും പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. സന്ദർഭോചിതമായി ഒരു കാര്യം ഉണർത്തുന്നു. ഇന്നാണ് ബറാഅത്ത് രാവ്, ശഅബാൻ 15-ാം രാവ് ഇന്നാണ്. ഈ രാവിന് മഹത്വമുണ്ടെന്ന് മഹാത്മാക്കളായ മുഫസ്സിറുകളും മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയതായിട്ട് കാണാം. സൂറത്തു ദുഖാന്റെ ആദ്യ ഭാഗം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാവിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്ന ആയത്തിന് വിശദീകരണം നൽകിയ ചില മുഫസ്സിറുകൾ അത് ശഅബാനിന്റെ പാതിരാവാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ലൈലത്തുൽ ഖദറിലല്ലേ? അതെ. ഖുർആന്റെ അവതരണം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലായത്. ഒന്ന്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്കുള്ള നുസൂല്, ഇറക്കം. അത് ബറാഅത്ത് രാവിലാണ് ഇറങ്ങിയത്. 2ാമത്തെ അവതരണം 1-ാം ആകാശത്തിൽ നിന്ന് തിരുമുസ്തഫായിലേക്ക്, ഭൂമിയിലേക്കുള്ള ഇറക്കം, അത് റമളാനിലെ ലൈലത്തുൽ ഖദറിലും സംഭവിച്ചു. മാത്രമല്ല ഈ രാവിന് മഹത്വമുണ്ട് എന്നതിന് മുസ്ലിം പണ്ഡിതന്മാർക്ക്, ഇമാമിങ്ങൾക്ക് തർക്കമില്ല. ഇബ്നു മാജയും തുർമുദിയും ഒരു അധ്യായം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ശഅബാൻ പാതിരാവിന്റെ മഹത്വം പറയുന്ന അധ്യായം. തലക്കെട്ടുകളോടുകൂടെ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ രാവിന് 4 നാമങ്ങൾ മുഫസ്സിറുകൾ പറയുന്നു. ഇന്ന് അസ്തമിച്ച രാവിന് 4 നാമങ്ങൾ. ഒന്ന് ലൈലത്തും മുബാറക, അനുഗ്രഹീത രാവ് എന്ന് വെച്ചാൽ അതിൽ പുണ്യങ്ങൾ ചെയ്തവർ അനുഗ്രഹീതരാകും. അള്ളാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ, ആ മലക്കുകളൊക്കെ റബ്ബാനിയായ സവിധത്തിൽ സമ്മേളിക്കുന്ന രാവ്. മാത്രമല്ല അള്ളാഹു തന്നെ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന രാവ്. ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ തിരുനോട്ടം, റഹ്മത്ത്. അള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നീങ്ങുക എന്നുള്ളത് തടിയില്ലാത്തതുകൊണ്ട് നടക്കൂല. റബ്ബിന്റെ തൃപ്തിയും റഹ്മത്തും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന രാവ്. ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, ഒരു ബറാഅത്ത് രാവിൽ പാതിരാത്രിയിൽ എന്റെ ഊഴമായ ദിവസം വിരിപ്പിൽ നിന്ന് റസൂലുള്ളാഹി എണീറ്റ് പോയി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാൻ തപ്പി വെക്കുമ്പോൾ തങ്ങളെ കാണില്ല. എനിക്ക് സംശയമായി. പെണ്ണാണല്ലോ ആയിഷ ബീവി അല്ലേ? എന്താ സംശയം? ഒരു കെട്ടിയോളല്ല റസൂലുള്ളാഹിക്ക്. പയ്യ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പുറത്ത് ഇതര പത്നിമാരുടെ ഹുജറകൾ പരതി ഇവിടെ എവിടെയെങ്കിലും കയറിയോ? തെറ്റൊന്നുമല്ല. എന്നാൽ അവിടെ പോയോ നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. ജന്നത്തുൽ ബഖയിൽ, മദീന പള്ളിയുടെ ഖബർസ്ഥാനിൽ റസൂലുള്ള ആ നിലാവിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടപ്പോൾ എന്തേ ആയിഷ? ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു. എന്താ ആയിഷ, ഈ രാവേതാണെന്നറിയോ? അള്ളാഹുവിന്റെ അനുഗ്രഹം 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന രാവ്. കെൽബ് ഗോത്രത്തിലെ ആടുകൾ, മദീനയിൽ ഏറ്റവും ആടുകളുള്ള ഗോത്രമാണ് കെൽബ് ഗോത്രം. ആ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ അള്ളാഹു പാപികൾക്ക് പുറത്തു കൊടുക്കുന്ന രാവാണിത്. അതുകൊണ്ട് മരിച്ചവർക്കും ജീവിച്ചവർക്കും വേണ്ടി ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ വന്നതാണ്, സിയാറത്തിന് വന്നതാണ് ആയിഷ. തുർമുദി, ഇബ്നു മാജ, മുസ്നദ് അഹ്മദ് ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യുന്നത് ബറാത്തുമായി ബന്ധപ്പെട്ട്. ഇതൊന്നും തെറ്റല്ല. പിന്നെ നോമ്പിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഅക്കദായ സുന്നത്തില്ല, ഇല്ലാത്തതുണ്ട് എന്ന് പറയണോ? എന്നാ നോമ്പ് പിടിച്ചാലോ? ഓ ബിദ്അത്ത് ചെയ്തു നരകത്തേക്ക് പോകും, അങ്ങനെയില്ല. അയ്യാമുൽ ബീളിന്റെ എല്ലാ അറബി മാസത്തിലും 14, 15, 16 സുന്നത്തുണ്ടല്ലോ, 13, 14, 15 സുന്നത്തുണ്ടല്ലോ അയ്യാമുൽ ബീളിന്റെ. ആ ഗണത്തിൽ ഇത് പെടും.
ഇനി അതൊന്നുമില്ല മുത്തലക്കൻ സുന്നത്ത്, എന്താ കുഴപ്പമുള്ളത്? ചില ഇമാമുകൾ നോമ്പ് നല്ലതാണെന്ന് ലഈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ലഈഫ് എല്ലാം തള്ളേണ്ടതല്ല, അമലുകളുടെ പുണ്യങ്ങൾക്ക് ലഈഫായ ഹദീസ് സ്വീകരിക്കാം, അത് തെറ്റൊന്നുമില്ല എന്നാണ് ഹദീസിന്റെ നിദാനശാസ്ത്രം പഠിപ്പിക്കുന്ന ഇമാമികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സൗകര്യമുള്ള ആളുകൾ നോമ്പ് പിടിക്കുക. ഇനി നോമ്പ് പിടിക്കാൻ സൗകര്യമില്ലാത്തവർ ഈ രാവിനെ ആദരിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുക, അത് വളരെ നല്ലതാണ്. രണ്ടാമത്തെ പേരാണ് ലൈലത്തുർ റഹ്മ, റഹ്മത്ത് അവതരിക്കുന്ന രാത്രി. മൂന്നാമത്തെ പേരാണ് ലൈലത്തുൽ ബറാഅ, മോചനരാവ്, പാപമോചനത്തിന്റെ രാവ്. നാലാമത്തെ പേരാണ് ലൈലത്തു സ്വക്ക്, മോചന പത്രം നൽകുന്ന രാവ്. മോചനപത്രം അടിമകൾ, പാപികളായ അടിമകൾക്ക് നൽകുന്ന രാവ്. അതുകൊണ്ട് ഈ രാവിനെ നമ്മൾ ബഹുമാനിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മഗ്രിബ് നമസ്കാരാനന്തരം ഖുർആൻ പാരായണം ദുആയൊക്കെ ഇവിടെ ഉണ്ടാകും. അല്ലാത്ത ആളുകൾ വീട്ടിൽ വെച്ചത് ചെയ്യുക. അള്ളാഹു അനുഗ്രഹീത ദിനരാത്രങ്ങളിലെ എല്ലാ നിഅ്മത്തുകളും റഹ്മത്തുകളും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.